സമയം ഉച്ച കഴിഞ്ഞപ്പോഴത്തേക്കും ഫുഡ് കഴിക്കാനായിട്ട് നമ്മളൊരു നല്ല ഹോട്ടൽ നോക്കി വണ്ടി നിർത്തി. ഇന്നത്തെ ദിവസം നമ്മൾ ബ്രേക്ക്ഫാസ്റ്റും കഴിച്ചിട്ടില്ല. കാരണം വഴിയിലൊന്നും നല്ല വൃത്തിയുള്ള ഹോട്ടലൊന്നും കാണാൻ കിട്ടിയില്ല. ഏതെങ്കിലും ഹോട്ടലിൽ കയറാനും പറ്റത്തില്ല. പാർക്കിംഗ് സ്പേസും കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കിവിടെ ലോറി ഒതുക്കാൻ കഴിയുള്ളൂ. ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാൻ കയറിയത് നല്ല വൃത്തിയുള്ള ഒരു ഹോട്ടലിൽ തന്നെയാണ്. രാവിലെ കഴിക്കാത്തതുകൊണ്ട് കുറച്ച് കനത്തിൽ തന്നെ എന്തെങ്കിലും കഴിക്കാൻ തന്നെയാണ് തീരുമാനം. നമ്മൾ രണ്ടുപേരും വെജ് ബിരിയാണിയാണ് ഓർഡർ ചെയ്തത്. ഫുഡ് കഴിച്ച ശേഷം ആവശ്യത്തിന് വെള്ളം വാങ്ങി നമ്മൾ വീണ്ടും തിരിച്ച് വണ്ടിയിൽ കയറി യാത്ര തുടങ്ങി. ഭക്ഷണം കഴിച്ചാൽ എനിക്ക് അമ്മ മസാല പരിപാടി എത്ര എന്തോ ചോറിനകത്തിനൊന്നുമില്ല, കുറച്ച് പനീറും മസാലയും. ആരുടെയോ ഭാഗ്യം. നമ്മുടെ കമ്പനി എത്തിയേക്കാണ് എഥനോൾ എടുക്കുന്നത് അല്ലെ. എഥനോൾ പറഞ്ഞാല് ഇതാണ് മോട്ടോർ സ്പിരിറ്റ് എന്ന് പറയുന്ന സാധനം. അതായത് പെട്രോളില് ചേർക്കുന്ന സാധനമാണ്. ഓക്കെ, അതായത് കുടിച്ചാൽ ഏതാണ് കുടിക്കാൻ പറ്റുന്നതാണ്. ഇത് കുടിച്ചാൽ ആള് മരിക്കും. അപ്പൊ ഇത് മറ്റേ ലിക്വർ അല്ല. മറ്റേ ലിക്വർ ഇത് നമ്മളീ കൊണ്ട് ട്രാൻസ്പോർട്ട് സാധനം കുടിച്ച ആള് മരിക്കാം. എനിക്ക് അതിനെപ്പറ്റി ശാസ്ത്രീയമായിട്ട് കൃത്യമായിട്ട് അറിവില്ല. ഇത് നമുക്ക് കുടിക്കാൻ പറ്റുന്ന സാധനമല്ല. സ്പിരിറ്റ് ആണ് എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് എഥനോളാണ് അതിന്റെ ശാസ്ത്രീയമാണ്. ഓക്കെ, അല്ലെ നമ്മുടെ കൽക്കരി വന്ന് കിടപ്പുണ്ടല്ലോ ഇത് കത്തിക്കാൻ വേണ്ടി. ഇതിന്റെ ഫാക്ടറി ഇവിടെ കൽക്കരി, ഗോതമ്പ്, ചോളം, അരി ഇതെല്ലാം ഇത് മാറ്റാൻ വേണ്ടി കൊണ്ടുവരും. ഏതില്? ഈ ഫാക്ടറിയിലേക്ക് കൊണ്ടുവരും. ഫാക്ടറിയിലിട്ട് മാറ്റൂ. മാറ്റുന്നതല്ല ഫാക്ടറി. മാറ്റുന്ന പറഞ്ഞാൽ ഉദ്ദേശിച്ചത് ഇത് ലിക്വർ മാനുഫാക്ചർ. അപ്പൊ ഇവിടെ ലിക്വർ മാനുഫാക്ചർ ചെയ്യും, പക്ഷെ ഇവിടെ അകത്ത് വിൽക്കത്തില്ലെന്നാണ്. അകത്തും വിൽക്കത്തില്ല, പുറത്തും വിൽക്കാൻ പറ്റത്തില്ല ബീഹാറിൽ. അപ്പൊ ഇത് എന്തിനാ മാനുഫാക്ചർ ചെയ്യുന്നത്? പുറത്തോട്ടാ? ബീഹാറിന് പുറത്തോട്ടാ? ബീഹാറിന് പുറത്തോട്ടാ പോകുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ ഇവിടെ മദ്യം ഉണ്ടാക്കുന്ന സ്ഥലമാണ്, പക്ഷെ ഇവിടെ മദ്യം നിരോധനമുള്ള ഏരിയ. അത് മാത്രമല്ല, ഇതിന്റെ ബൈ പ്രോഡക്റ്റ് ആയിട്ട് കോഴിത്തീറ്റ ഒക്കെ പോകും. ഓക്കെ, ഇവിടെ ഇതിന് അതായത് ഇത് ഉണ്ടാക്കി ചണ്ടി പോലെ